ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം ശ്രീ ലളിതാംബികായൈ നമ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ ലളിതാ സഹസ്രനാമ സ്തോത്രം 2 ബാച്ച് ഓൺലൈനിൽ കഴിഞ്ഞു. ലിങ്ക് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ കിട്ടാത്തവർ യൂട്യൂബിൽ പോയി കേൾക്കുക. അതിൻ്റെ ഫലശ്രുതി 3 അധ്യായമായിട്ട് എഴുതിയിരിക്കുന്നതെന്നൊക്കെ ആദ്യമേ എല്ലാം വിവരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 2 അധ്യായം കഴിഞ്ഞു. പൂർവ്വപീഠിക 1-ാം അധ്യായം, 2-ാം അധ്യായം സഹസ്രനാമം, 3-ാം അധ്യായമാണ് ഫലശ്രുതി. ഈ ഫലശ്രുതി കുറേ ഉണ്ട്. അതായത് കുറഞ്ഞതൊരു 188 ശ്ലോകങ്ങളോളം ഉണ്ട്. അതായത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് 86 ശ്ലോകങ്ങളായിട്ടാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ 188 ശ്ലോകം. അത് മുഴുവനും ഒന്നിച്ച് പറഞ്ഞു തരാൻ പറ്റത്തില്ലെങ്കിലും ഞാനൊന്ന് വായിച്ചു പോയിട്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു പോകാം. ബാക്കി അങ്ങനെ അങ്ങ് വായിച്ചു വിടാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെന്ന്. ഫലശ്രുതി ആ 3-ാം അധ്യായം അതും കൂടി പറഞ്ഞെങ്കിലേ നമ്മളിത് പഠിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണെന്നും അതിൻ്റെ ഫലം എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വായിച്ച് പറഞ്ഞു പോകാം. അഥാ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രേ ഫലശ്രുതി നാമ തൃതീയോധ്യായ. തുടങ്ങുന്നത് അഗസ്ത്യ മുനിയും ഹയഗ്രീവമൂർത്തിയുമായിട്ടുള്ള സംവാദ രൂപത്തിലാണ്. ഒക്കെ ആദ്യമേ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞതാണ്. രചിച്ചത്, സഹസ്രനാമം ഉണ്ടാക്കിയത് വശിന്യാദി ദേവതമാരെല്ലാം കഥ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ അഗസ്ത്യ മുനിയോട് ഹയഗ്രീവമൂർത്തി പറയുന്ന ഇതിലാണ് ശ്രീ ഹയഗ്രീവ ഉവാച. ഉവാച എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ആദ്യത്തെ ഇത്യേവം നാമസഹസ്രം കഥിതം ദേ കടോത്ഭവ. കടോത്ഭവൻ എന്ന അഗസ്ത്യമുനിയുടെ പേരാണ്. കടം എന്ന് പറഞ്ഞാൽ കുടം എന്നർത്ഥം. കുടത്തിൽ ജനിച്ചവൻ അല്ലെങ്കിൽ കുടത്തിൽ നിന്ന് ഉണ്ടായവൻ കടോത്ഭവൻ. ഭവിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക. അപ്പോൾ കുടത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അഗസ്ത്യ മുനിക്ക് പേര് കടോത്ഭവൻ. പല പേരുകളുണ്ട്, ഇതിൽ തന്നെ വരുന്നുണ്ട് കുറേ. അപ്പം കടോത്ഭവനോട് അല്ലയോ കടോത്ഭവ എന്ന് പറഞ്ഞിട്ട് ഇതി ഏവം നാമസഹസ്രം കഥിതം തേ, ഇപ്രകാരം ഞാൻ നിന്നോട് ലളിതാ സഹസ്രനാമം മുഴുവനും പറഞ്ഞു. കഥിതം ഞാൻ നിനക്കായിക്കൊണ്ട്, തേ എന്ന് പറഞ്ഞാൽ നിനക്കായിക്കൊണ്ട് ഞാൻ ലളിതാ സഹസ്രനാമം കഥ മുഴുവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രഹസ്യാനാം രഹസ്യം ച ലളിതാ പ്രീതിദായകം അനേന സദൃശം സ്തോത്രം നാഭൂതം നാ ഭവിഷ്യതി. ഇതുപോലെ രഹസ്യങ്ങളിൽ രഹസ്യമായ ലളിതാ ദേവിക്ക് പ്രീതി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രീതിദായകമായ സ്തോത്രം ഇതുപോലെ സദൃശം സ്തോത്രം, ഇതുപോലെ മറ്റൊരു സ്തോത്രമുണ്ടായിട്ടില്ല. നാഭൂതം ഉണ്ടായിട്ടില്ല, ന ഭവിഷ്യതി ഇനിയൊട്ടുണ്ടാകാനും പോകുന്നില്ല. സർവരോഗപ്രശമനം, സർവസമ്പദ് പ്രവർത്തനം, സർവ അപമൃത്യുശമനം, കാലമൃത്യു നിവാരണം. സർവരോഗങ്ങൾക്കും രോഗങ്ങളെയും ശമിപ്പിക്കുന്നതും സർവ സമ്പത്തുകളെ വർദ്ധിപ്പിക്കുന്നതും സർവ അപമൃത്യു എന്ന് പറഞ്ഞാൽ കാലമാകാതെ മരിക്കുന്ന ദുർമരണം എന്നർത്ഥം. ദുർമരണത്തെ ഇല്ലാതെയാക്കുന്നതും കാലമൃത്യു നിവാരണം, അകാല മരണം
മരിക്കുന്നില്ല എന്ന അറിവുണ്ടാക്കുന്നതുമായ ഈ സ്തോത്രം സർവജ്വരാർത്തി ശമനം, എല്ലാ ജ്വരങ്ങളെയും രോഗങ്ങളെയും ഭയങ്ങളെയും രോഗഭയത്തെയൊക്കെ ഇല്ലാതെയാക്കുന്നതും ദീർഘായുഷ്യപ്രദായകം ദീർഘമായ ആയുസ്സിനെ ദാനം ചെയ്യുന്നതും പുത്രപ്രഥമ പുത്രാണ് മക്കളും മക്കളുടെ മക്കളുമൊക്കെയായി ഒക്കെ നൽകുന്നതും പുരുഷാർത്ഥപ്രദായകം പുരുഷാർത്ഥം 4 പുരുഷാർത്ഥങ്ങൾ ധർമ്മം അർത്ഥം കാമം മോക്ഷം തുടങ്ങിയ പുരുഷാർത്ഥങ്ങളെ ദാനം ചെയ്യുന്നവയുമാണ്. ഇതം വിശേഷ ശ്രീദേവ്യ സ്തോത്രം പ്രീതി വിധായകം ജപേൻ നിത്യം പ്രയത്നേന ലളിതോപാസ്തി തൽപരക പ്രാതസ്നാത്വാ വിധാനേന സന്ധ്യാകർമ്മ സമാപ്യ ച പൂജാഗ്രഹം തതോ ഗത്വാ ചക്രരാജം സമർച്ചയേത് വിദ്യാഞ്ജപേർ സഹസ്രം വാ 300 ശതമേവ വാ രഹസ്യനാമ സാഹസ്രം ഇതം പശ്ചാത് പഠേന്നരഹ ജന്മമധ്യേ സഹർച്ചാവിയായേതത് പഠത്തെ സുതി തസ്യ പുണ്യഫലം വക്ഷ്യേ ശൃണുത്വം കുംഭസംഭവ. അല്ലയോ കുംഭസംഭവ, ഈ സ്തോത്രം പഠിക്കുന്നത് കൊണ്ട് ദേവിയുടെ പ്രീതി ഉണ്ടാകുന്നു. നിത്യവും പഠിക്കുന്നവരെ നിത്യവും രാവിലെ പ്രാതസ്നാത്വ സ്നാനം ചെയ്ത് വിധിപ്രകാരം സന്ധ്യാകർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പൂജാഗ്രഹത്തിൽ പോയി ശ്രീചക്രത്തെ പൂജിക്കുക. വേണ്ടവർക്ക് വിദ്യ ലഭിക്കും. പിന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ജപിക്കാം. ജപേത് സഹസ്രം വാ 300 സഹസ്രം നാമങ്ങൾ ജപിക്കാൻ സാധിച്ചില്ലെങ്കിൽ 300എങ്കിലും 300 എന്ന് പറഞ്ഞാൽ 300 ഇനി 300 പറ്റാത്തവരുടെ ശതമേവ 100 നാമമെങ്കിലും ഈ രഹസ്യനാമ സഹസ്രം പഠിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. ജന്മമധ്യേ സഹിച്ചാവിയായത് പഠത്തെ സുതി. ഈ രഹസ്യമായ ഈ സഹസ്രനാമം ചൊല്ലുന്നത് ഏതത് സകൃത് എന്ന് പറഞ്ഞാൽ ഒരിക്കലെങ്കിലും ഈ സഹസ്രനാമം ബുദ്ധിമാന്മാരൊക്കെ പഠിച്ചിരിക്കും. അവർക്ക് അതിൻ്റെ പുണ്യഫലവും കിട്ടും. ഗംഗാദി സർവതീർത്ഥേഷു യാസ്നായാൽ കോടിജന്മസു കോടിലിംഗ പ്രതിഷ്ഠാം ച യാകുര്യാത് അവിമുക്തകേ. ലളിതാ സഹസ്രം ഗംഗ മുതലായ നദികളിൽ പുണ്യനദികളിൽ കുളിക്കുന്നതിലും കോടി ജന്മം കൊണ്ട് കിട്ടുന്ന ഫലം എവിടെ കിട്ടും? അതുപോലെ കോടി ലിംഗപ്രതിഷ്ഠ ശിവലിംഗത്തെ പ്രതിഷ്ഠിക്കുന്നതിനും തുല്യമായിരിക്കും. ഈ കാശിയിലൊക്കെ പോയി നമ്മൾ തീർത്ഥാടനമൊക്കെ ചെയ്തു വരുന്നതിലും പുണ്യമാണ് ലളിതാ സഹസ്രമാകുന്ന തീർത്ഥങ്ങൾ കുളിക്കുക. അതായത് ലളിതാ സഹസ്രനാമം വായിച്ചാൽ അതിനേക്കാളും പുണ്യമാണ് ഈ ഗംഗയിലും മറ്റും അവിടെയൊക്കെ പോയി തീർത്ഥാടനമൊക്കെ ചെയ്ത് ഗംഗയിലൊക്കെ കുളിച്ച് വരുന്നതിലും പുണ്യമാണ് ലളിതാ സഹസ്രനാമ തീർത്ഥക്കുളത്തിൽ കുളിച്ച് കയറുക എന്ന് പറഞ്ഞാൽ ലളിതാ സഹസ്രനാമം വായിച്ചാൽ. കുരുക്ഷേത്രേ യോദിത്യ കോടിവാരം രവിഗ്രഹേ കോടി സൗവർണഭാരാണാം ശ്രോത്രിയേഷു ദ്വിജന്മസു യാ കോടി ഹയമേതാനാം ആഹര ഗംഗരോധസി ആചരേ കൂപകോടീര്യോ നിർജ്ജലേ മരുഭൂതലേ. അതായത് ഹയമേധം എന്നൊക്കെ പറഞ്ഞാൽ അശ്വമേധയാഗം ചെയ്യുന്നതിനേക്കാൾ പുണ്യമാണ് ലളിതാ സഹസ്രനാമം വായിക്കുന്നത്. പിന്നെ നമ്മുടെ ഗംഗാതീരത്ത് പോയി ഒരു നദി കുഴിക്കുന്നത് ഇതിലും പുണ്യം. അതുപോലെ മരുഭൂമിയിൽ പോയി ജലമില്ലാത്ത മരുഭൂമിയിൽ അനേകം കിണറുകൾ കുഴിക്കുന്നതിനും തുല്യമാണെന്ന്. ദുർഭിക്ഷയ പ്രതിദിനം കോടി ബ്രാഹ്മണഭോജനം ശ്രദ്ധയാ വരയാ കുര്യാത് സഹസ്രപരിവത്സരാൻ. കോടിക്കണക്കിന് ബ്രാഹ്മണന്മാരെന്നിവിടെ പറഞ്ഞാൽ സജ്ജനങ്ങൾക്കെന്നർത്ഥം. ദാരിദ്ര്യം അവർക്ക് ഭോജനങ്ങൾ നൽകിയാൽ ദാരിദ്ര്യം ദിവസവും കൊടുക്കുന്നതിന് തുല്യമാണ് ലളിതാ സഹസ്രനാമം വായിക്കുന്നത്. തത്പുണ്യം കോടി ഗുണിതം ലഭേത് പുണ്യം അനുത്തമം രഹസ്യനാമ സാഹസ്രേ നാംനോ അപ്യേകസ്യ കീർത്തനാത്. ഒരു പ്രാവശ്യം വായിച്ചാൽ അതിലും കൂടുതൽ പുണ്യം കിട്ടും. രഹസ്യനാമ സാഹസ്രേ നാം ഏകൈകം അഭിയ പഠേത് തസ്യ പാപാനി നശ്യന്തി മഹാന്തി വിന സംശയ. ഒരു നാമം ജപിച്ചാൽ പോലും അവരുടെ പാപം നശിച്ചു പോകുന്നു. നിത്യകർമാനുഷ്ഠാനാത് നിഷിദ്ധകരണാദപി യത്പാപം ജായതേ പുംസാം തത്സർവം നശ്യതി ദ്രുതം.
ബഹുനാത്ര കിമുക്തേന ശൃണുത്വം കലശീസുത അത്ര ഏകനാംനോയാ ശക്തി പാതകാന നിവർത്തനെ തന്നിവർത്തിയം അഖങ്കർത്തും നാലം ലോകാശ്ചതുർദശ. ഒരു നാമം ജപിക്കുന്നത് കൊണ്ട് ഇത്രയും പുണ്യമുണ്ടെങ്കിൽ മുഴുവനും ജപിച്ചാൽ എന്തായിരിക്കും? 14 ലോകങ്ങളിലുമുള്ള പാപം മുഴുവനും നശിക്കുമെന്നർത്ഥം. യസ് തെക്വാ നാമസഹസ്രം പാപഹാനീം അഭീപ്സതി സഹീ ശീതനിവൃത്തിയർത്ഥം ഹിമശൈലം നിക്ഷേപതേ. ഈ സഹസ്രനാമത്തെ ത്യജിച്ചിട്ട് പാപം നശിക്കാൻ വേണ്ടി ഹിമാലയത്തിൽ പോയി ഭഗവാനെ സേവിക്കുന്നത് കൊണ്ട് എന്താണ് ഫലം? ഭക്തോയാ കീർത്തയൻ നിത്യം ഇതം നാമ സഹസ്രകം തസ്മൈ ശ്രീ ലളിതാദേവി പ്രീതാഭീഷ്ടം പ്രേച്ചതി. ദേവിയെ പ്രീതിപ്പെടുത്താനായിക്കൊണ്ട് ലളിതാ സഹസ്രം വായിക്കുക. ഇനി അകീർത്തയൻ ഇതം സ്തോത്രം കഥം ഭക്തോ ഭവിഷ്യതി. അതായത് കീർത്തിക്കാതെ എങ്ങനെയാണ് ദേവിയിൽ ഭക്തി ഉണ്ടാവുക? നിത്യവും സങ്കീർത്തന ശക്ത കീർത്തനാത് പുണ്യവാസരെ. എന്നും ജപിക്കാൻ സാധിക്കാത്തവർക്ക് പുണ്യവാസരെ പുണ്യ ദിവസത്തിൽ സംക്രാന്തി, ആ പുണ്യ ദിവസങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സംക്രാന്തവും വിഷുവേ ചൈവ സ്വജന്മത്രിതയെ അയനം ദക്ഷിണായനം ഉത്തരായനം എന്നുള്ള അയനങ്ങളിലും പുണ്യ ദിവസങ്ങളിലും സംക്രാന്തി വിഷു തുടങ്ങിയ വിഷവേ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വിഷുവേ സൂര്യൻ ഭൂമിക്ക് ചുറ്റും ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് മാറുന്ന ആ സമയം, അതാണ് അവിടെ അയനെ എന്ന് പറഞ്ഞത്. നവമി ദിവസങ്ങളിൽ സംക്രാന്തി, വിഷു, പിന്നെ ജന്മ നക്ഷത്രം വരുന്ന ദിവസം നവമി, ചതുർദശി, നവമ്യാവാ ചതുർദശിയാം സിതായാം ശുക്രവാസരം വെള്ളിയാഴ്ച. കീർത്തയൻ നാമസഹസ്രം പൗർണമാസിയാം വിശേഷത. അതുപോലെ പൗർണമി ദിവസവും വായിക്കുന്നത് വിശേഷമാണ്. പൗർണമാസ്യാം ചന്ദ്രബിംബേ ധ്യാത്വാ ശ്രീ ലളിതാംബികാം പഞ്ചോപചാരൈ സമ്പൂജ്യ പഠേ നാമ സഹസ്രകം സർവേ രോഗാ പ്രണശ്യന്തി ദീർഘായുഷ്യം ച വിന്ദതി അയമായുഷ്കരോ നാമ പ്രയോഗ കൽപ്പചോദിത. ജ്വരാർത്ഥം ശിരസി സ്പൃഷ്ട്വാ പഠേന്നാമ സഹസ്രകം തക്ഷണാത് പ്രശമം യാതി ശിരസഹ വേദോജ്വരോപി. അതായത് പൗർണമാസി ദിവസം ചന്ദ്രബിംബത്തിൽ ദേവിയെ ലളിതാംബികയെ ധ്യാനിച്ചുകൊണ്ട് പഞ്ചോപചാരം 5 ഉപചാരങ്ങൾ, നമ്മൾ ചതുഷ്ഷഷ്ടി ഉപചാരം, ഷോഡശോപചാരം എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇവിടെ പഞ്ചോപചാരം എന്ന് പറഞ്ഞാൽ 5 ഉപചാരങ്ങൾ. 1 ദീപം, 2 ജലം, 3 ധൂപം, 4 പുഷ്പം, 5 ഗന്ധം. അതായത് ഒരു നിലവിളക്ക് കത്തിച്ച് വയ്ക്കുക, കിണ്ടിയിൽ ജലം വയ്ക്കുക, ധൂപം, കിണ്ടി വേണമെന്നില്ല, പാത്രത്തിൽ വെള്ളം വയ്ക്കുക, ധൂപം എന്ന് പറഞ്ഞാൽ അഗർബത്തി കത്തിക്കുക, പുഷ്പം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പുഷ്പങ്ങൾ, ദേവിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ വയ്ക്കുക, കൊടുക്കുക ദേവിക്ക്. അതുപോലെ തന്നെ ഗന്ധം, നമ്മളുടെ അഷ്ടഗന്ധം, അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും കത്തിക്കുന്ന കർപ്പൂര, അഷ്ടഗന്ധം മുതലായവ പുകയ്ക്കുക, അതിനാണ് ഗന്ധം എന്ന് പറഞ്ഞത്. ഈ 5 കാര്യങ്ങൾ കൊണ്ട് ദേവിയെ ഭജിച്ചാൽ പനി മുതലായ എല്ലാ രോഗങ്ങളും നശിക്കും, ദീർഘായുസ്സുണ്ടാകും, ആയുസ്സും ആരോഗ്യവും ഉണ്ടാകും. കൂടാതെ പനിയുള്ള ആൾക്കാരുടെ ശിരസിൽ തൊട്ടുകൊണ്ട് സഹസ്രനാമം ചൊല്ലിയാൽ ആ ക്ഷണം തന്നെ അവരുടെ പനിയും തലവേദനയും ശിരസ്ഥ തലവേദനയാണ് ശിരസ്തോതജ്വരം എന്ന് പറയുന്നത്. ജ്വരം എന്ന് പറഞ്ഞാൽ പനി, ശിരസ്തോതം എന്ന് പറഞ്ഞാൽ തലവേദന. അപ്പോൾ തലവേദന, പനി മുതലായവയെല്ലാം മാറും. സർവ്വവ്യാധി നിവൃത്തിയർത്ഥം സ്പൃഷ്ട്വാ ഭസ്മ ജപേദിതം തൽഭസ്മചാരണാദേവ നശ്യന്തി വ്യാധേക്ഷണാത്. അതായത് പനിയുള്ള അല്ലെങ്കിൽ വ്യാധികൾ, സർവ്വവ്യാധി
നിവൃത്തി. അതായത് വ്യാധി പകരുന്ന രോഗങ്ങൾ എന്തെങ്കിലും ഉള്ളവർക്ക് അവരെ സ്പർശിച്ചുകൊണ്ട് ഭസ്മം കൊണ്ട് അർച്ചന ചെയ്തിട്ട് ആ ഭസ്മം ദിവസവും തൊട്ട് കഴിഞ്ഞാൽ ആ വ്യാധിയെല്ലാം ഇല്ലാതെയാകുന്നു. ജലം സമ്മന്ത്രി കുംഭസ്ഥം നാമസഹസ്രമധോമുനെ അഭിഷിഞ്ച് ഗ്രഹഗ്രസ്താൻ ഗ്രഹാനശ്യതി തക്ഷണാത്. ഈ ഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്തുണ്ടാകുന്ന ബാധ, ഗ്രഹബാധയാൽ ഉണ്ടാകുന്ന ഇത് ജലം മന്ത്രിച്ച് ഈ സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് ജലം അർച്ചിച്ചിട്ട് ആ ജലം കൊണ്ട് കുളിച്ചാൽ ബാധകളെല്ലാം മാറിക്കിട്ടും എന്നാണ്. സുധാസാഗര മധ്യസ്ഥാൻ ധ്യാത്വാ ശ്രീ ലളിതാംബിക യാ പടേ നാമസഹസ്രം വിഷം തസ്യ വിനശ്യതി. വിഷമില്ലാതെയാകുന്നു ജപിച്ചാൽ. വന്ധ്യാനാം പുത്രലാഭായ നാമസഹസ്ര മന്ത്രിതം നവനീതം പ്രദദ്യാത് തു പുത്രലാഭോ ഭവേ ധ്രുവം. വന്ധ്യകൾക്ക് പുത്രന്മാരുണ്ടാകുന്നു. സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് നവനീതം എന്ന് പറഞ്ഞാൽ വെണ്ണ ജപിച്ച് ആ വെണ്ണ ഭക്ഷിച്ചാൽ വന്ധ്യകൾക്ക് പുത്രന്മാരുണ്ടാകുന്നു. മക്കളുണ്ടാകാത്തവർക്ക് വന്ധ്യ സ്ത്രീകൾ ആ വെണ്ണ ഭക്ഷിച്ചാൽ അവർക്ക് മക്കളുണ്ടാകുന്നു. ദേവ്യാ പാശേന സമ്പത്താം ആകൃഷ്ടാം അങ്കുശേനത ധ്യാത്വാ ഭീഷ്ടാം ശ്രിയം രാത്രൗ പഠേന്നാമ സഹസ്രകം. ആയാദീസോ സമീപം സ യദ്യ അപ്യ അന്തഃപുരംഗത രാജാകർഷണ കാമശ്ച രാജാവസ്ഥാദിങ്മുഖ. ത്രിരാത്രം യാ പഠേതേതത് ശ്രീദേവി ധ്യാനതൽപര സ രാജാ വാരവശ്യേന തുരങ്കം വാ മതങ്കജം. ആനയെയും കുതിരയെയും ഒക്കെ നിയന്ത്രിക്കുന്ന പോലെ ദേവി നമ്മളുടെ പാശബന്ധത്തെയൊക്കെ അങ്കുശം തോട്ടി കൊണ്ടൊക്കെ ഇല്ലാതെയാക്കുന്നു ലളിതാ സഹസ്രനാമം വായിക്കുന്നവർക്ക്. അതുപോലെ തന്നെ രാജാവിനെ വശത്താക്കാൻ വരെ ഈ സഹസ്രനാമത്തിന് ശക്തിയുണ്ട്. 3 രാത്രി അടുപ്പിച്ച് ദേവിയെ ഈ പ്രകാരം ലളിതാ സഹസ്രം കൊണ്ട് ഭജിച്ചാൽ രാജ്യവും രാജ്യത്ത് ഖജനാവൊക്കെ കാലിയായവരുടെ ഖജനാവൊക്കെ നിറയുമെന്നാണ് പറയുന്നത്. അതിനൊക്കെ നമ്മൾക്ക് വശംവദരായി തീരാൻ പറ്റും. രഹസ്യനാമ സാഹസ്രം യാ കീർത്തയതി നിത്യശ തന്മുഖാലോകമാത്രേണ മുഖ്യ ലോകത്രയം മുനെ. 3 ലോകങ്ങളെയും വശത്താക്കാൻ നമുക്ക് സാധിക്കും. കണ്ടാൽ മാത്രം മതി. അതായത് എന്നും രഹസ്യ സഹസ്രനാമം ചൊല്ലുന്നവരെ കണ്ടാൽ തന്നെ നമുക്ക് 3 ലോകങ്ങളും കണ്ടാൽ മാത്രം 3 ലോകങ്ങളും നമ്മൾക്ക് അധീനമാകുന്നു എന്ന്. യസ്ഥിത നാമസഹസ്രം സകൽ പഠതി ഭക്തിമാൻ തസ്യേ ശത്രവതേഷ. ശത്രുക്കളെയൊക്കെ ഇല്ലാതെയാക്കുന്നു. ശരഭേശ്വരൻ, അതായത് സഹസ്രനാമം എന്നും വായിക്കുന്ന ഭക്തനെ ശരഭേശ്വരൻ, ആ മഹാദേവൻ തന്നെയാണ് ശരഭേശ്വരൻ. ശരഭേശ്വരൻ അവരുടെ ശത്രുക്കളെയെല്ലാം ഇല്ലാതെയാക്കുന്നു. യോ വാ അഭിചാരം ഗുരുതേ നാമസഹസ്രപാഠകെ നിവൃത്തിയ തത്ക്രിയാം ഹന്യാത്തം വൈ പ്രത്യങ്കിരാ സ്വയം. ദേവിയുടെ വേറൊരു രൂപമാണ് പ്രത്യങ്കിരാദേവി. ഭദ്രകാളിയാണ്. ആ ദേവി സ്വയം വന്ന് ഈ അധമകർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അതാണ് ഈ അഭിചാരം എന്ന് പറയുന്നത്. അഭിചാരകർമ്മം എന്ന് പറഞ്ഞാൽ അധർമ്മകർമ്മങ്ങൾ, അത് ധർമ്മമല്ലാതെ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ആരാണോ അവർക്ക് പ്രത്യങ്കരാദേവി അവരെ ഹന്യാത് തത്ക്രിയ, ആ ക്രിയ കൊണ്ട് തന്നെ കൊല്ലും. ഉടനെ തന്നെ അവരെ കൊല്ലുന്നതാണ്. യേ ക്രൂരദൃഷ്ട്യ വീക്ഷന്തേ നാമസഹസ്രപാഠകം താൻ അന്താൻ ഗുരുതേ ക്ഷിപ്രം സ്വയം മാർത്താണ്ഡ ഭൈരവ. അപ്പം മാർത്താണ്ഡ ഭൈരവൻ അതും ശിവാംശമാണ്, ഒരു ശിവൻ്റെ ഒരു അംശമാണ്. മാർത്താണ്ഡ ഭൈരവൻ എന്തു ചെയ്യുന്നു? ആരാണോ ക്രൂരദൃഷ്ടിയോടുകൂടി നോക്കുന്നത് അവരെ അന്ധന്മാരാക്കി തീർക്കുന്നു. ധനം യോ ഹരതേ ചോരൈഹി നാമസഹസ്രജാപിന എത്ര കുത്ര സ്ഥിതം വാവി ക്ഷേത്രപാലോ നിഗന്ധിത. എവിടെ പോയി ഒളിച്ചാലും ധനം, സഹസ്രനാമം ചൊല്ലുന്ന വീട്ടിലെ ധനം ആരാണോ മോഷ്ടിക്കുന്നവർ എവിടെ പോയി ഒളിച്ചിരുന്നാലും അവരെ ക്ഷേത്രപാലന്മാർ നശിപ്പിക്കുന്നതായിരിക്കുന്നു. വിദ്യാസു ഗുരുദേവാദം യോ വിദ്വാൻ നാമജാപിന തസ്യ വാക്സ്തംഭനം സദ്യ
സദ്യ കരോതി നകുലേശ്വരി. നകുലേശ്വരി ദേവി വാഗ്വാദം ചെയ്യുന്നവരെ അവരുടെ വാക്കിനെ സ്തംഭനം ചെയ്യിപ്പിക്കുന്നു. യോ രാജാ ഗുരുദേവൈരം നാമസഹസ്രജാവിന ചതുരംഗബലം തസ്യ ദണ്ഡിനി സംഹരേൽ സ്വയം. അത് ഏതൊരു രാജാവാണോ ശത്രു ആകുന്നത്, സഹസ്രനാമം ജപിക്കുന്നവർക്ക് ശത്രു ആകുന്നത്, അവരെ ചതുരംഗബലം, ഈ 4 ചതു എന്ന് പറഞ്ഞാൽ 4 അംഗപ്പടകളെ, അതായത് സൈന്യത്തെ ദണ്ഡിനി സംഹരൻ, ദണ്ഡിനി ദേവി സംഹരിക്കുന്നു. യാവടെ നാമസഹസ്രം ഷൺമാസം ഭക്തി സംയുത ലക്ഷ്മി ചാഞ്ചല്യരഹിത സദാ തിഷ്ഠിതഗ്രഹേ. ഏത് വീട്ടിലാണോ 6 മാസം നിരന്തരമായി ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന അവരുടെ വീട്ടിൽ ദേവി സ്വന്തമായിട്ട് വന്ന് അചാഞ്ചല്യം അല്ലെങ്കിൽ ചാഞ്ചല്യരഹിതയായിട്ട് എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാതെ അനങ്ങാതെ ദേവി വന്ന് അവരുടെ വീട്ടിൽ തിഷ്ഠതി, അവിടെ വന്നിരിക്കുന്നു. ആ വീട്ടിൽ ദേവി നിത്യമായിട്ടും ഇരിക്കുന്നു. മാസമേകം പ്രതിദിനം ത്രിവാരം യാവട്ടെന്നര. 3 നേരം 1 മാസം ആരുടെ വീട്ടിലാണോ ദിവസവും സഹസ്രനാമം ചൊല്ലുന്ന അവരുടെ വീട്ടിൽ ഭാരതീ തസ്യ ജിഹ്വാഗ്രേ, സരസ്വതി ദേവി അവരുടെ നാക്കിൻ്റെ തുമ്പത്ത് വന്ന് നൃത്തമാടുന്നു. നൃത്യതി നിത്യശ. യസ്തു ഏകവാരം പഠതി പക്ഷമേകം അതന്ത്രിത മുഖ്യന്തി കാമവശക മൃഗാക്ഷ തസ്യ വീക്ഷണാത്. മൃഗാക്ഷ്യസ്തസ്യ, ഈ മാൻകണ്ണിമാർ, സുന്ദരികൾ എന്നർത്ഥം. അവരെ ഒറ്റ നോട്ടത്തിൽ തന്നെ വശത്താക്കാൻ സാധിക്കുന്നു. യാ പഠേൻ നാമസഹസ്രം ജന്മമധ്യേ സഹർന്നര തദ്ദൃഷ്ടിഗോചര സർവേ മുച്യതേ സർവകിൽഭിഷൈ. അവരെ സഹസ്രനാമം എന്നും വായിക്കുന്ന അവരെ ഒരിക്കലെങ്കിലും കണ്ടാൽ തന്നെ അവരുടെ പാപങ്ങളെല്ലാം അപ്പോഴേ തന്നെ നശിച്ചു പോകുന്നു. യോ വേത്തി നാമസഹസ്രം തസ്മൈ ദേയം ദ്വിജന്മസ അന്നം വസ്ത്രം ധനം ധാന്യം നാന്യേഭ്യസ്തു കഥാചന. ഒരിക്കലെങ്കിലും സഹസ്രനാമം അറിയുന്നവർ ഒരിക്കലെങ്കിലും ദ്വിജന്മാർക്ക് അന്നം വസ്ത്രം ദാനം ധാന്യം ഇതെല്ലാം ദാനം ചെയ്യേണ്ടതാണ്. ശ്രീ മന്ത്രരാജം യോ വേത്തി ശ്രീചക്രം യാ സമർച്ചതി യാ കീർത്തയതി നാമാനി തം സൽപാത്രം വിദുർബുധാക തസ്മൈ ദേയം പ്രയത്നേന ശ്രീദേവി പ്രീതിമിച്ഛത. അതായത് ആരാണോ സഹസ്രനാമം ചൊല്ലി ശ്രീചക്രത്തിൽ പൂജ ചെയ്യുന്നത് അവർ സൽപാത്രങ്ങളായി തീരുന്നു എന്ന് പറഞ്ഞാൽ അവരെ വിദുർബുധാക എല്ലാം അവർക്കെല്ലാ കീർത്തികളെയും ഉണ്ടാക്കി കൊടുക്കുന്നു. നാ കീർത്തിയതി നാമാനി മന്ത്രരാജം നവേത്തിയ പശുതുല്യ സവിജ്ഞേയ തസ്മൈ ദത്തം നിരർത്ഥകം. ദിനവും ചെയ്യാൻ അർച്ചിക്കാൻ പറ്റാത്ത അവർ എന്നും കീർത്തിക്കാൻ ദേവിയുടെ നാമങ്ങൾ ശ്രീവിദ്യാമന്ത്രം അറിയാത്തവരൊക്കെ പശുതുല്യരാണെന്ന് പറയുന്നു. പരീക്ഷ്യ വിദ്യാവിദുഷസ്തേഭ്യോ ദ്യോ വിദചക്ഷണ. അറിവുള്ളവർ ബുദ്ധിയുള്ളവർ ഒരിക്കലെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കും. അതായത് വിദ്യാവിദുഷത്തേഭ്യം, അറിവുള്ളവർ ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. ബുദ്ധിമാന്മാർ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ശ്രീമന്ത്രരാജ സദൃശോ യഥാ തന്ത്രോ ന വിദ്യതേ ന മന്ത്രോ ന വിദ്യതേ ദേവതാ ലളിതാതുല്യ യഥാ നാസ്തി കടോത്ഭവ. അതായത് ലളിതാദേവിക്ക് തുല്യമായിട്ട് ഒരു ദേവിയുമില്ല. ലളിതാ സഹസ്രനാമ മന്ത്രമായിട്ട് ശ്രീവിദ്യാ മന്ത്രത്തിന് തുല്യമായിട്ട് വേറൊരു മന്ത്രവുമില്ല. രഹസ്യനാമ സഹസ്രതുല്യ നാസ്തി തഥാ സ്തുതി. ഇതിന് തുല്യമായിട്ടൊരു സ്തുതിയും ഇല്ല. ലിഖിത്വ പുസ്തകേയസ്തു നാമസഹസ്രമുത്തമം സമർച്ചയ സദാഭക്തിയ തസ്യ തുഷ്യതി സുന്ദരി. ആരാണോ ഈ പുസ്തകം ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്, ഭക്തന്മാർക്ക് സമർപ്പിക്കുന്നത്, അവർ സുന്ദരികളായി ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നു എന്നർത്ഥം. ബഹുനാത്ര വിമുക്തേന ശൃണുത്വം കുംഭസംഭവ ന അനേന സദൃശം സ്തോത്രം സർവതന്ത്രേഷു ദൃശ്യത്തെ തസ്മാത് ഉപാസകോ നിത്യം കീർത്തയേതിതമാദരാത്. അതുകൊണ്ട് ഇതിന് തുല്യമായിട്ട്
അല്ലയോ കുംഭസംഭവ അഗസ്ത്യമുനി, ഇതിന് സദൃശമായിട്ടൊരു സ്തോത്രം വേറെയില്ല. അതുകൊണ്ട് വേറെ എങ്ങും കാണുന്നില്ല. നാ ദൃശ്യതേ, അതായത് സർവതന്ത്രേഷു നാ ദൃശ്യതേ, ഒരു തന്ത്രങ്ങളിലും കാണുന്നില്ല. അതുകൊണ്ട് ദേവിയെ കൃത്യം നിത്യവും കീർത്തിച്ച് ഉപാസിക്കുക. ഏഭിർനാമ സഹസ്രൈസ്തു ശ്രീചക്രം യോ അർച്ചയേൽ സഹൃത് പത്മാവൈ തുളസി പുഷ്പൈ കൽഹാരൈർവാ കദംബകൈ ചമ്പകൈർ ജാതികുസുമൈർ മല്ലിക കരവീരകൈ ഉൽപ്പലൈർ ബില്വപത്രൈർവാ കുന്തകേസരപാടലൈ അന്യൈ സുഗന്ധികുസുമൈ കേതകീ മാധവീമുഖൈ തസ്യ പുണ്യഫലം വക്തും ന ശക്നോതി മഹേശ്വര. അതായത് തുളസി, താമര, കൽഹാരപുഷ്പം, കദംബപുഷ്പം, ചമ്പകം, ജാതിപുഷ്പം, മല്ലിക, കരവീരകം തുടങ്ങിയ ഉൽപ്പലം തുടങ്ങിയ ബില്ലുപത്രം കൂവളത്തല ആണ്. കുന്തകേസരം എന്ന് പറഞ്ഞാൽ കുരുക്കുത്തിമുല്ല തുടങ്ങിയ പുഷ്പങ്ങളാലും അന്യസുഗന്ധ പുഷ്പങ്ങളാലും കേതകി മാധവീമുഖൈ, കേതകം എന്ന് പറഞ്ഞാൽ കൈതപ്പൂവ്, മാധവി എന്ന് പറഞ്ഞാൽ ചെറുമുല്ലപ്പൂവ്, ഇതെല്ലാം കൊണ്ട് ഏതൊരുവനാണോ ദേവിയെ പൂജിക്കുന്നത് അവർക്ക് കിട്ടുന്ന ഫലത്തെപ്പറ്റി പറയാൻ മഹേശ്വരന് പോലും ശക്തിയില്ല എന്ന്. അപ്പം ഭഗവാൻ മഹാദേവന് പോലും പറയാൻ പറ്റില്ല, അത്ര വലിയ പുണ്യമാണ് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്നർത്ഥം. സാവേത്തി ലളിതാദേവി സ്വചക്ര അർച്ചനജം ഫലം അന്യേ കഥം വിജാനീയോ ബ്രഹ്മാദ്യ സ്വൽപമേധസ പ്രതിമാസം പൗർണമാസ്യം ഏഭിർനാമ സഹസ്രകൈ രാത്രോ യശ്ചക്രരാജസ്താം അർച്ചയേൽ പരദേവതാം സായേവ ലളിതാരൂപ തദ്രൂപ ലളിതാ സ്വയം. ലളിതാ സഹസ്രനാമം എന്നും ചൊല്ലുന്ന പൗർണമാസി തോറും എല്ലാ മാസവും പൗർണമി ദിനം ഏതൊരുവനാണോ ഈ സഹസ്രനാമത്തെ കൊണ്ട് ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് രാത്രിയിൽ ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പരദേവതയെ, അതായത് ലളിതാരൂപത്തിലുള്ള പരദേവതയെ പൂജിക്കുന്നത് അവൻ്റെ രൂപം ലളിതാരൂപമായി മാറുന്നു എന്ന് പറഞ്ഞാൽ അവൻ ലളിതാദേവിക്ക് തുല്യനാണ് എന്ന് അർത്ഥം. നാ തയോർവിദ്യതേ ഭേദഗത് പാപഭവേത് മഹാനവമ്യ യോ ഭക്ത ശ്രീദേവീം ചക്രമധ്യകാം അർച്ചയേ നാമ സഹസ്രൈ തസ്യ മുക്തികരേ സ്ഥിതാം യസ്തു നാമ സഹസ്രേണ ശുക്രവാരേ സമർച്ചയേത് ചക്രരാജേ മഹാദേവീം തസ്യ പുണ്യഫലം ശൃണു. സർവാൻ കാമാൻ അവാപ്യേഹ സർവസൗഭാഗ്യസംയുത പുത്രപൗത്രാദി സംയുക്ത ഭുക്ത്വ ഭോഗാൻ യഥേപ്സിത അന്തേ ലളിതാദേവ്യാ സായുജ്യം അതിദുർലഭം പ്രാർത്ഥനീയം ശിവാദ്യൈശ്ച പ്രാപ്നോത്യവ ന സംശയ. അപ്പം എപ്പോഴും ഒരു ഭേദവുമില്ല ദേവിക്ക്. പാപം ചെയ്ത് ആ പാപങ്ങളെയെല്ലാം നശിപ്പിക്കുന്നു. മഹാനവമി ദിവസം ഏത് ഭക്തനാണോ ശ്രീദേവിയെ ശ്രീചക്രത്തിൻ്റെ മധ്യകാം എന്ന് പറയുന്ന മധ്യത്തിൽ ഗമിച്ചവൾ അർച്ചിക്കുന്നത്, സഹസ്രനാമം കൊണ്ട് അർച്ചിക്കുന്നത്, അവരുടെ കയ്യിൽ തന്നെ ദേവി അവൻ്റെ കയ്യിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. പിന്നെ വെള്ളിയാഴ്ച ശുക്രവാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച സമർപ്പിച്ചാൽ ദേവി അതിൻ്റെ ഫലവും ദേവി കൊടുക്കുന്നു. പിന്നെ എല്ലാ ആഗ്രഹങ്ങളെയും ദേവി അവർക്ക് സാധിച്ചു കൊടുക്കുന്നു. സർവ സൗഭാഗ്യ സംയുക്ത, എല്ലാ സൗഭാഗ്യങ്ങളെയും കൊടുക്കുന്നു. പുത്രപൗത്രാദി സംയുക്ത, പുത്രന്മാരിപ്പോൾ മക്കളും മക്കളുടെ മക്കളുമായി അവർ എല്ലാ ഭോഗങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നു എന്നർത്ഥം. അന്തേ ശ്രീ ലളിതാദേവിയ സായുജ്യം അതിദുർലഭമായിരിക്കുന്ന സായുജ്യത്തെ ദേവി കൊടുക്കുന്നു. പിന്നെ യാ സഹസ്രം ബ്രാഹ്മണാനാം ഏഭിർനാമ സഹസ്രകൈ സമർച്ച്യ ഭോജയേ ഭക്തിയ പായസാ പൂപഷഡ്രസൈ തസ്മൈ പ്രീണാതി ലളിത സ്വസാമ്രാജ്യം പ്രയച്ഛതി. അവർക്ക് ദേവിയുടെ സാമ്രാജ്യത്തെ തന്നെ കൊടുക്കുന്നു. ആർക്ക്? 1000 ബ്രാഹ്മണന്മാർക്ക് ഈ സഹസ്രനാമം 1000 ബ്രാഹ്മണന്മാരെ വിളിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലിപ്പിച്ച് അവർക്ക് ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പായസം, പൂപം എന്ന് പറഞ്ഞാൽ അപ്പമാണ്,
അപ്പം ഷഡ്രസൈ എന്ന് പറഞ്ഞാൽ, ഷഡെന്ന് പറഞ്ഞാൽ 6 രസം, ഷഡ്രസരി രസൈകി 6 രസങ്ങൾ ഉള്ള ആഹാരത്തെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചാൽ ലളിത സ്വസാമ്രാജ്യം പ്രയച്ഛതി, ലളിതാദേവി സ്വന്തം സാമ്രാജ്യത്തെ തന്നെ കൊടുക്കുന്നു. ന തസ്യ ദുർലഭം വസ്തു തൃഷു ലോകേഷു വിദ്യതേ, 3 ലോകങ്ങളിലും കിട്ടാത്ത ദുർലഭമായ എല്ലാ വിദ്യകളും ലഭിക്കുന്നു. നിഷ്കാമം കീർത്തയേദ്യസ്തു നാമസഹസ്രമുത്തമം ബ്രഹ്മജ്ഞാനം അവാപ്നോതി യേന മുച്യേത ബന്ധനാത്, ധനാർത്ഥി ധനമാപ്നോതി യശോർത്ഥി പ്രാപ്നിയാദേശഃ, വിദ്യാർത്ഥി ചാപ്നിയാൽ വിദ്യാം നാമസഹസ്രകീർത്തനാത്. വിദ്യ വേണ്ടവർക്ക് വിദ്യ കൊടുക്കുന്നു, ധനം വേണ്ടവർക്ക് ധനം കൊടുക്കുന്നു, യശസ് വേണ്ടവർക്ക് അത് കൊടുക്കുന്നു, മോക്ഷം വേണ്ടവർക്ക് മോക്ഷത്തെ കൊടുക്കുന്നു. അനേന സദൃശ്യം സ്തോത്രം ഭോഗമോക്ഷദം മുനി കീർത്തനീയമിതം തസ്മാൽ ഭോഗമോക്ഷാർത്ഥിഭിർനരൈഹി ചതുരാശ്രമനിഷ്ഠൈശ്ച കീർത്തനീയമിതം സദാ സ്വധർമ്മമനുഷ്ഠാന വൈകല്യ പരിപൂർത്തയെ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം മുതലായ ചതുരാശ്രമം 4 ആശ്രമങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ബ്രഹ്മചര്യം കുട്ടികളായിരിക്കുമ്പോൾ ബ്രഹ്മചര്യമാണ്. ഗാർഹസ്ഥ്യം കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഗൃഹസ്ഥന്മാരാകുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പ്രായമായി കഴിയുമ്പോൾ വാനപ്രസ്ഥം തുടർന്നു, പിന്നെ ലാസ്റ്റ് സന്യാസം. ഈ 4 വർണ്ണാശ്രമങ്ങളിലും ദേവിയെ കീർത്തിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ അവർ നിത്യകർമ്മത്തിൽ വരുന്ന കുറവ് പോലും നികത്തുന്നു. ലളിതാ സഹസ്രനാമം ആ നിത്യകർമ്മങ്ങൾ ചെയ്യാതെ തന്നെ ലളിതാ സഹസ്രനാമം വായിച്ചാൽ മതി. കലൗ പാപൈക ബഹുലേ ധർമ്മ അനുഷ്ഠാനവർജിതേ നാമസങ്കീർത്തനം മുക്ത നൃണാം നാന്യത് പരായണം. ലൗകികാത് വചനാൻമുഖ്യം വിഷ്ണുനാമാനുകീർത്തനം വിഷ്ണുനാമ സഹസ്രച്ച ശിവനാമൈകമുത്തമം ശിവനാമ സഹസ്രച്ച ദേവ്യാനാമൈകമുത്തമം. ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, ദേവി സഹസ്രനാമം ഇതേതു ചൊല്ലിയാലും എല്ലാം ചെന്ന് ചേരുന്നത് ഒരിടത്താണ്. വിഷ്ണുവിനെ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാലും ശിവന് ശിവസഹസ്രനാമം ചൊല്ലിയാലും എല്ലാം ദേവി ലളിതാ സഹസ്രനാമത്തിന് തുല്യമാണ്. അപ്പോൾ ലളിതാ സഹസ്രനാമം മാത്രം ചൊല്ലിയാലും എല്ലാ ദേവന്മാരും പ്രീതിപ്പെടും. ദേവീനാമ സഹസ്രാണി കോടീശ സന്ധി കുംഭജ കുംഭത്തിൽ ജനിച്ചവനെ അഗസ്ത്യമുനി തേഷു മുഖ്യം ദശവിധം നാമ സഹസ്രമുച്ചത് 10 വിധം. ഈ ലളിതാ സഹസ്രനാമം 10ലും വെച്ച് ശ്രേഷ്ഠമാണ്. തസ്മാ സങ്കീർത്തയൻ നിത്യം കലിദോഷ നിവൃത്തിയെ, കലിദോഷത്തെ ഇല്ലാതാക്കാൻ ഇത് കീർത്തിച്ചാൽ മാത്രം മതി. മുഖ്യം ശ്രീ മാതൃനാമേതി ന ജാനന്തി വിമോഹിതാഹ വിഷ്ണുനാമ പരാകേചിത് ശിവനാമ പരാപരേ ന കശ്ചിദവി ലോകേഷു ലളിതാനാമ തൽപരഃ. ലളിതാ സഹസ്രനാമം അറിയാത്ത മൂഢന്മാർ എന്തു ചെയ്യുന്നു? വിഷ്ണുവിനെ ആയാലും ശിവനെ ആയാലും ആരെ പോയി ഭജിച്ചാലും ലളിത ദേവിയെ ഭജിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതെല്ലാം ചെന്ന് ചേരുന്ന ദേവിയിൽ. അപ്പം ലളിതാ സഹസ്രനാമം മാത്രം വായിച്ചാൽ പോരെ, ശിവനും വിഷ്ണുവും മറ്റ് ദേവന്മാരെല്ലാവരും സന്തോഷിക്കും. ഏന അന്യദേവതാ നാമ കീർത്തിതം ജന്മകോടിഷു, കോടി ജന്മങ്ങൾ മറ്റ് ദേവന്മാരെ കീർത്തിച്ചാലും തസ്യ ഏവ ഭവതി ശ്രദ്ധ ശ്രീദേവി നാമകീർത്തനെ, ഈ ദേവി കീർത്തനം ചൊല്ലുന്നത് കൊണ്ട് അവന് എല്ലാ ശ്രദ്ധയും ഉണ്ടാകുന്നു, എല്ലാം ഉണ്ടാകുന്നു എന്നർത്ഥം. ചരമേ ജന്മനി യഥാ ശ്രീദേവി ഉപാസകോ ഭവേത് നാമസഹസ്രപാഠശ്ച തഥാ ചരമജന്മനി. അവസാന ജന്മത്തിലാണ് ദേവി സഹസ്രനാമം വായിക്കാൻ ഒരുത്തിന് പ്രാപ്തിയുണ്ടാകുന്നത്. എപ്പോഴും എല്ലാവർക്കും ചൊല്ലാൻ പറ്റില്ല. യഥൈവ വിരളാലോകെ ശ്രീവിദ്യാചാരവേദിനഃ തഥൈവ വിരളാ ഗുഹ്യനാമസഹസ്രപാഠകാഃ. മന്ത്രരാജജപശ്ചൈവ ചക്രരാജാർച്ചനം തഥാ രഹസ്യനാമപാഠശ്ച ന അല്പസ്യ തപസാ ഫലം. തപസ് ചെയ്യുന്നതിന്, വലിയ തപസ് ചെയ്യുന്നതിനേക്കാളും പുണ്യമാണ് ഈ ശ്രീവിദ്യാമന്ത്രത്തിൽ ഈ ലളിതാ സഹസ്രനാമാർച്ചന ചെയ്യുന്നത്. അപഠൻ നാമസഹസ്രം പ്രണീയേദ്യോ മഹേശ്വരീം സ ചക്ഷുഷാ വിനാരൂപം പശ്യദേവ വിമൂഢതി. വിമൂഢന്മാർക്ക് കണ്ണുകൊണ്ട് കാണാൻ മേലാത്തത് ദേവിക്ക് ഇത് ലളിതാ സഹസ്രനാമം വായിക്കുന്നവർക്ക് ദേവി പ്രസാദിച്ച് അവരെ അകക്കണ്ണ് തുറപ്പിച്ച് അവരെ
ദേവിക്ക് കാണാൻ സാധിക്കുന്നു, ദേവിയെ കാണാൻ അവർക്ക് സാധിക്കുന്നു. രഹസ്യനാമ സാഹസ്രം തിക്വായ സിദ്ധികാമുക സ ഭോജനം വിനാനൂനം ക്ഷുന്നിവൃത്തിമഭീപ്സതി. അത് സിദ്ധിയെല്ലാം നേടാൻ വേണ്ടി സഹസ്രനാമം ഉപേക്ഷിച്ചാൽ ഒന്നും സാധിക്കില്ല. ഭക്ഷണം കഴിക്കാതെ വിശപ്പ് മാറുന്നതുപോലെയായിരിക്കും എന്നർത്ഥം. യോ ഭക്തോ ലളിതാദേവ്യ സാ നിത്യം കീർത്തയേതിദം നാന്യതാ പ്രിയതേ ദേവി കൽപ്പകോടിശതൈരപി അസ്മാത് രഹസ്യനാമാനി ശ്രീമാധു പ്രേതം പഠേത്. വിനയപൂർവം, അതുകൊണ്ട് തസ്മാത് അതുകൊണ്ട് എത്ര കോടി കാലം കഴിഞ്ഞാൽ എത്ര ഇത് കഴിഞ്ഞാലും ലളിതാദേവിയെ പ്രീതിപ്പെടുത്താനായി കീർത്തനമായ ഈ ലളിതാ സഹസ്രനാമം വിനയപൂർവം പഠിക്കുക. പ്രയതം എന്ന പറഞ്ഞ് വിനയപൂർവം പഠിക്കുക. ഇതിതേ കഥിതം സ്തോത്രം രഹസ്യം കുംഭസംഭവ ന അവിദ്യാവേദിനെ ബ്രൂയാത് ന അഭക്തായ കഥാചന. ഭക്തിയില്ലാത്തവനും വിദ്യയില്ലാത്തവനും ഇത് പറഞ്ഞു കൊടുക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. യഥൈവ ഗോപ്യ ശ്രീവിദ്യ തഥാ ഗോപ്യമിതം മുനെ പശുതുല്യേഷു നാബ്രൂയാത് ജനേഷു സ്തോത്രമുത്തമം. അതായത് ഇത് പശുതുല്യന്മാരായവർക്ക് ഈ രഹസ്യമായ സ്തോത്രം നാബ്രൂയാത് ഉപദേശിക്കരുത്. യോ ദദാതി വിമൂഢാത്മാ ശ്രീവിദ്യാരഹിതായ ച തസ്മൈ കുപ്യ അന്തിയോഗിന്യഃ സ്വ അനർത്ഥസു മഹാൻ സ്മൃത സ്വതന്ത്രേണ മയാനോക്തം തവാഭി കലശീസുത ലളിത പ്രേരണനെ ഇവ മയോക്തം സ്തോത്രമുത്തമം. അപ്പോൾ അഗസ്ത്യ മുനിക്കായിക്കൊണ്ട് ഇത് നന്നായി എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി അഗസ്ത്യ മുനിക്കായിക്കൊണ്ട് ഈ സ്തോത്രം ഹയഗ്രീവമൂർത്തി പറഞ്ഞു കൊടുത്തു. കീർത്തനീയം ഇതം ഭക്തിയ കുംഭയോനേ നിരന്തരം. അല്ലയോ അഗസ്ത്യമുനി, അങ്ങ് നിരന്തരം ഈ കീർത്തനം ഭക്തിയോടുകൂടി ചൊല്ലിക്കോ. മഹാദേവി തവ അഭീഷ്ടം പ്രദാസ്യതി. നിങ്ങൾക്ക് അങ്ങയുടെ അഭീഷ്ടങ്ങളെല്ലാം സാധിച്ചു തരും. അത്രയും പറഞ്ഞ് ഹയഗ്രീവമൂർത്തി പോയി. പിന്നെ ശ്രീ സൂതവാച, പിന്നെ സൂതൻ പറയാണ്, ഇത്യുക്ത്വാ ശ്രീ ഹയഗ്രീവോ ധ്യാത്വാ ശ്രീ ലളിതാംബികാം ആനന്ദമഗ്നഹൃദയ സദ്യ പുളകിതോഭവത്. പുളകിതനായി രോമാഞ്ചിതനായി തീർന്നു. ഇത്രയും ശ്രീ ഹയഗ്രീവമൂർത്തി ഈ ലളിതാംബികയെ പറ്റി പറഞ്ഞിട്ട് ആനന്ദമഗ്ന ഹൃദയനായി പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷനുമായി എന്ന്. അതായത് ഇത്രയും പറഞ്ഞിട്ട് ഹയഗ്രീവമൂർത്തി ശ്രീ ലളിതാംബികാം ധ്യാത്വ, ലളിതാംബികാദേവിയെ ധ്യാനിച്ചിട്ട് ആനന്ദമഗ്ന ഹൃദയനായി ആനന്ദത്തോടുകൂടി സദ്യ പെട്ടെന്ന് പുളകിതോഭവത്, പുളകിതം രോമാഞ്ചിതനായി എന്നർത്ഥം, രോമാഞ്ചമുണ്ടാക്കി. ഇപ്രകാരം ശ്രീ ബ്രഹ്മാണ്ഡ പുരാണേ ഉത്തരഖണ്ഡേ ശ്രീ ഹയഗ്രീവാഗസ്ത്യ സംവാദേ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രേ ഫലശ്രുതി നാമ തൃതീയോധ്യായ. ഇപ്രകാരം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉത്തരഖണ്ഡത്തിൽ ശ്രീ ഹയഗ്രീവാഗസ്ത്യ സംവാദത്തിൽ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ ഫലശ്രുതി എന്ന് പേരായ 3-ാം അധ്യായം അവസാനിച്ചു. ഒത്തിരി വിവരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇത് വിവരിച്ച് പറയണേ കുറേ ദിവസങ്ങളെടുക്കും. നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏകദേശം മനസ്സിലായി കാണും ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം. പ്രത്യേകം കുറച്ച് ഭാഗങ്ങളെ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതോടുകൂടി ലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം അവസാനിച്ചു. ഹരിയോ. അടുത്ത ക്ലാസ്സിൽ കാണും വരേക്കും ഹരിയോ. അമേ നാരായണ. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധ സഹസ്രാണി ക്രിയന്തേഹർനിശമ്മയ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വരീ. ആവാഹനം ന ജാനാമി വിസർജനം പൂജാഞ്ചൈവ ന ജാനാമി ക്ഷമ്യതാം